ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഞാനൊരു വഴിക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നേ. അപ്പോഴാണ് ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പാൻ ഇന്ത്യ ലേഡി സൂപ്പർ സ്റ്റാർ മേഘ പുള്ളിക്കാരിയുടെ ഒരു പോസ്റ്റ് ആയിരുന്നു സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസം മറ്റേ ജീമോൻ എന്ന് പറയുന്ന പുള്ളി ഇവരുടെ ഫാമിലി ഫ്രണ്ട് എന്ന് പറഞ്ഞേക്കുന്ന കുറച്ച് സംഭവങ്ങൾ ജിന്നസ് വ്ലോഗ് ചാനലിനകത്തൂടെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ തൊട്ട് പുറകെ തന്നെയാണെങ്കിൽ മേഘ പുള്ളിക്കാരി ഒരു സാധനം എടുത്ത് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അച്ഛൻ്റെ വീട്ടിലോട്ട് തിരിച്ചെത്തി എന്നൊക്കെ പറഞ്ഞൊരു സംഭവം വന്നു. അത് പിന്നെ വലിയ രീതിയിൽ പാൻ ഇന്ത്യ ലെവലിലോട്ട് ആ സംഭവം റീച്ച് ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പുള്ളിക്കാരിയുടെ ഒരു പോസ്റ്റ് വന്നത്. ഞാൻ ആ പോസ്റ്റ് ഇങ്ങോട്ട് വായിക്കാം. ഞാൻ ഇറങ്ങി വന്നു എന്നുള്ളത് സത്യം. 10 ദിവസം ഞാൻ അനൂപിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് സമ്മതിച്ചല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അച്ഛനെ കാണാൻ വീട്ടിൽ പോയി. അപ്പോൾ എടുത്ത ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തു. തിരികെ ഞാൻ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അനൂപിൻ്റെ വീട്ടിൽ തിരിച്ചു വന്നു. ഇപ്പോഴും ഞാൻ അവിടെ തന്നെ ഉണ്ട്. ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത് കളഞ്ഞിട്ട് പോകാൻ വേണ്ടിയല്ല. ഈ വരികൾ എന്നെ കടാതെ ആകർഷിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, കടാതെ ആകർഷിച്ചിരിക്കുകയാണ്. ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത് തിരികെ പോകാനല്ല. അതാണ് ടുറുലം. നിങ്ങൾക്കുണ്ടോ ഗൈസ് ഇതുപോലത്തെ ഒരു ടുറുലം? ഇതാണ് ആത്മാർത്ഥ പ്രണയം. മരിച്ചിട്ടില്ല, ഇതാണ് പ്രണയം. ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നതിന് എൻ്റെതായ കാരണങ്ങളുണ്ട്. അതെനിക്ക് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയാൻ യാതൊരു താല്പര്യമില്ല. മാത്രമല്ല, ഞങ്ങൾ തമ്മിൽ കുറ്റങ്ങൾ പറയില്ല എന്ന് എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പുള്ളിയോ ഞാനോ നേരിട്ട് വന്ന് ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ സുഹൃത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികൾ പലതും പറയും, അതാരും വിശ്വസിക്കണ്ട. സീക്രട്ട് ഏജന്റ് അത് നമുക്കിട്ടാണല്ലോ മച്ചമ്പി. എന്താണെങ്കിലും മേഘ ടുറുലബാണ്. എന്നാണെങ്കിലും അങ്ങനെ ഇറങ്ങി വന്നത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള ഒരു ആത്മാർത്ഥ പ്രണയം തന്നെയാണ് പുള്ളിക്കാരി ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. എന്താണെങ്കിലും മേഘ, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ, ഇനി ഒരിക്കലും നിങ്ങൾ ബസ് യാത്ര വിട്ട് ഓട്ടോറിക്ഷയിലും വേറെ വാഹനത്തിലൊന്നും നിങ്ങൾ യാത്ര ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇപ്പോൾ പാൻ ഇന്ത്യൻ ലെവലിൽ പോയേക്കുന്ന സാധനം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ റീച്ച് ആയിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തത് ചിലപ്പോൾ പാൻ മസാല റീച്ച് ആയിരിക്കും. അത് അത്ര നല്ല ഭംഗിയുള്ളതായി എന്നുള്ളത് വരത്തില്ല. അതൊന്ന് ഓർമ്മിപ്പിച്ച് കൊള്ളുകയാണ്. അതിൻ്റെ കമൻറ്റ് സെക്ഷൻ പോയി നോക്കണോ, കിടിയിലാണ്. എന്നിട്ട് ചില ആൾക്കാരൊക്കെ കമന്റ് ഇട്ടേക്കാണ്, ചേച്ചി ഇനി അനൂപ് ചേട്ടായിയുടെ കൂടെയുള്ള ഫോട്ടോ ഇടണം, പിന്നല്ല അങ്ങനെ അങ്ങോട്ട് പവർ കാണിക്കുന്നു. ഇങ്ങനെ കുറെ കാന്താരിമാര് നമ്മുടെ കമന്റ് ബോക്സുകളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ പൊന്നിടവേ, ടേട്ടായിമാരേനെയാണ് ഇപ്പോഴും. ഗൈസ്, നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ സിംഗിൾ ആണോ? നിങ്ങൾ പോവുക, നിങ്ങളൊരു ബസ് ഡ്രൈവർ ആവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെ. എന്താണെങ്കിലും ഇതിന്റെ തൊട്ട് കുറേ തന്നെ കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി ആ ചാനലിനകത്താണെങ്കിൽ ജീവൻ പുള്ളിയുടെ തന്നെ അടുത്തൊരു വോയിസും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ പുള്ളി കുറച്ച് കാര്യങ്ങളൊന്ന് പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിനുശേഷമാണെങ്കിൽ ഇപ്പോൾ വീട്ടുകാരും ഈ മേഘയും പുള്ളിക്കാരിയുടെ ബയോളജിക്കൽ ഫാദറും ഒക്കെ ആണെങ്കിൽ ഈ പുള്ളിയുടെ അടുത്താണെങ്കിൽ ഭയങ്കര ജഗടയാണെന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളി പറയുന്നത്. എന്താണെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഇവിടെ പുള്ളി പറയുന്നുണ്ട്, നമുക്ക് അതുകൊണ്ടൊന്ന് കേൾക്കാം. ജീവനെ, ഈ അഖിൽ NRDയും മേഘയും തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പല വാർത്തകളും കണ്ടെങ്കിലും പേഴ്സണൽ മാറ്റർ ആണല്ലോ എന്നോർത്ത് ഞാനങ്ങ് വിട്ടിരുന്നു. അപ്പം നമ്മൾ ഇതുവരെ അതിനെ കുറിച്ചൊരു വാർത്ത ചെയ്തില്ല ഇത്രയും കാലമായിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അഖിലിനെ അറിയാമായിട്ട് ഞാൻ അത് വിട്ടു കളഞ്ഞിരുന്നു. ഇപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അവളുടെ വീട്ടിലേക്ക് ബസ് ഡ്രൈവറുടെ സഹായത്തോടെ പോയി എന്ന് പറഞ്ഞാണ് ചില വാർത്തകൾ ഒടുവിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ മേഘയായിട്ടും അഖിലുമായിട്ടും ഒക്കെ, പ്രത്യേകിച്ച് മേഘയായിട്ടും നല്ല ബന്ധം ജീവൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ജീവനെ സംഭവിച്ചത്? ജീവൻ എന്ന് പറഞ്ഞ എങ്ങനെയാണ്? ഇത് ഞാന് ഈ മേഘയുടെ അച്ഛന്റെ ഒരു ഫ്രണ്ടാണ്. നേരത്തെ മുതൽ നേരത്തെ മുതൽ 3-4 വർഷത്തോളമായി ഉള്ള ബന്ധം. അല്ല, അന്ന് ഈ മേഘ ബ്ലോഗർ അറിയപ്പെടുന്ന ആളൊന്നുമല്ലോ? അല്ല, അറിയപ്പെടുന്നത്. ഈ കല്യാണം കഴിഞ്ഞ് ഞാനുമായിട്ട് ബന്ധം തുടങ്ങിയ പിന്നെയാണ് കല്യാണമൊക്കെ മേഘയുടെ കഴിഞ്ഞത്. അത് കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഈ കല്യാണത്തിന് ഞാൻ പോയില്ല, എനിക്കൊന്ന് തിരക്കുണ്ട്. കല്യാണമൊക്കെ എന്നെ വിളിച്ചായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ നല്ല അടിപൊളി ജീവിതം എന്ന് പറഞ്ഞാൽ സാറ് റീൽസ് ഒക്കെ കണ്ടില്ലേ? അവര് നല്ല ലക്ഷറി. എങ്ങനെയാണ് അവര് തമ്മിൽ പരിചയമായെന്നുള്ള അറിയാമോ? ഇവര് സ്നേഹിച്ച് കെട്ടിയതാ. ഈ അഖില് ഈ അച്ഛന്റെ വീടിന്റെ അടുത്തുള്ള നൂറനാട് അടുത്തടുത്തുള്ള അയൽവാസികളാണ് ഏകദേശം. അങ്ങനെ സ്നേഹിച്ച് കെട്ടിയതാ. അപ്പൊ സ്കൂളിൽ പോകുമ്പോഴുന്ന വഴിക്കൊക്കെ 9ാം ക്ലാസ് തൊട്ടുള്ള സ്നേഹമാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സ്നേഹിച്ച് 7 വർഷത്തോളം ഏതാണ്ട് സ്നേഹിച്ച് കെട്ടിയതാ. എന്നിട്ട് ഈ പയ്യൻ കുഴപ്പക്കാരനാണോ? അതോ? പയ്യൻ കുഴപ്പക്കാരനൊന്നുമല്ല, പയ്യൻ ഡീസന്റ് ആള് തന്നെ, ഒരു കുഴപ്പമില്ല. അവനെ സംബന്ധിച്ചോളം സാറിന് അറിയാലോ, അത്യാവശ്യം ഇതാണ്. പക്ഷേ അവരുടെ വീട്ടിൽ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് മേഘ എന്നോട് പറഞ്ഞത്. ഫാദറുമായിട്ടോ അമ്മയോ അച്ഛനും പറയുന്നത് കൂടുതൽ പയ്യനില്ല. അവര് പറയുന്നുള്ളൂ, അനുസരിക്കുള്ളൂ, ഇവക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കുകയല്ല എന്നുള്ളതാണ് മേഘ പറയുന്നത്. അതുകൊണ്ട് അഖിലിനെ ഇവള് വേറെ താമസിക്കാൻ വിളിച്ചിട്ടും അഖിൽ പോയില്ല. പിന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാന്നാണ് അഖിൽ ഇവളോട് പറഞ്ഞത്. പക്ഷെ ഈ വിവരം ഈ അച്ഛൻ വിളിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ അൺഹാപ്പിയാന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. പക്ഷെ ഇവരാരും അത് മുഖവിലേക്ക് എടുത്തില്ല. അങ്ങനെ ഇവള് കാണിച്ച തെറ്റാണ്. ഇവള് യഥാർത്ഥത്തിൽ ഇവള് ചെയ്യേണ്ടിയിരുന്നത് അച്ഛന്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്നല്ലെങ്കിൽ ഡിവോഴ്സ് ആയിട്ട് ന്യായമായിട്ട് ബന്ധം ഒഴിയാം, അല്ലെങ്കിൽ ഈ പറയുന്ന പയ്യനെ കെട്ടാം. പക്ഷെ ഇവള് കാണിച്ച മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വേറെ ഒരുത്തനെ പ്രേമിക്കുകയാണ് ഇവള് ചെയ്തത്. അവരെങ്ങനെ പരിചയപ്പെട്ടെന്ന് പ്രേമിച്ചത് പറയില്ലേ, ടുറുലം. അങ്ങനെ ഇറങ്ങിപ്പോയത് തിരിച്ചു വരാൻ വേണ്ടിയിട്ടല്ല. മാസ് ഡയലോഗ്. ഇങ്ങനെ പറയുന്ന ഒരു കാന്താരിനെയാണ് ടേട്ടായിമാർക്ക് വേണ്ടുന്നത്, പിന്നല്ല. ഞാൻ ഇറങ്ങി വന്നത്
തിരിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല ഒന്ന് പോകരുത് എൻ്റെ പൊന്നിടാവേ. പക്ഷെ ഗൈസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ ഈ ബുദ്ധിയും വിവരവും പുള്ളിക്കാരിക്ക് ഇല്ല, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അല്ലാത്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയാണ്, നമ്മൾ ഇതുപോലെ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ പറയാൻ മിസ്സായി പോയൊരു സംഭവമാണ്. നമ്മൾ പല വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാതെ ഒരാളും പോയി കല്യാണം കഴിക്കാൻ നിൽക്കരുത്. ലാസ്റ്റ് അവിടെ അൺഹാപ്പിയാണ് മറ്റേതെന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടുകാരുടെ അടുത്ത് പറയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളത് വീട്ടുകാർ പറയും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ട് പോകുന്ന സമയത്തേക്ക് ചില ആൾക്കാർ കയറി കയറി പരിപാടി അങ്ങ് തീർക്കും. ചില ആൾക്കാർ ഇതാണ്ട് ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ലീഗലി ഡിവോഴ്സ് ചെയ്തിട്ട് ആ രീതിയിലൊക്കെ പോകാൻ വരുന്ന ഓപ്ഷൻസ് ഉണ്ട്. അതിന് നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അവിടുന്ന് ഇവിടുന്ന് സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതെങ്ങനെയാണ്? ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട്, അല്ലേ? സ്വന്തമായിട്ട് ഒരു ജോലിയും കൂലിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോഴും കല്യാണത്തിന് ശേഷം അവർ പഠിപ്പിച്ചോളും മറ്റേതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം പ്രശ്നങ്ങളുണ്ടാകും. അവർ ശരിയായിരിക്കും, അവർ പഠിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും. ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ലാസ്റ്റ് ഇതുപോലെ ഒന്ന് പിരിഞ്ഞു പോകണം അങ്ങനത്തെ ഒരു സീനാണെന്നുണ്ടെങ്കിൽ അന്നേരം എന്തോ ചെയ്യും? ബാക്കി കേൾക്കാം. അവള് പറഞ്ഞിട്ടുണ്ട് അറിയാം. അതിന് പഠിക്കാൻ വിട്ടായിരുന്നു ഡിഗ്രി എടുക്കാൻ വിട്ടായിരുന്നു, അതായത് മാസ്റ്റർ ഡിഗ്രി എടുക്കാൻ വിട്ടായിരുന്നു ഈ കുട്ടിയെ. അപ്പൊ ആ പോകുന്ന ഈ ബസ്സിലെ ഡ്രൈവർ ആയിരുന്നു ഇവൻ ഡെയിലി ബേസിന് നമ്മുടെ എഡ്യൂക്കേഷനെ പോലെ ഓടിക്കുക, ഡെയിലി പൈസ കിട്ടും KSRTC. അങ്ങനെയുള്ള ഇതില് ബസ് ഓടിക്കുകയായിരുന്നു. ഇവര് കണ്ടുള്ള പരിചയമാണ്. എന്നിട്ട് വീട്ടുകാരോട് പോലും ഇഷ്ടത്തിലായിട്ട് എത്ര കാലമായിട്ട്? കുറെ കാലമായിട്ട് ഇഷ്ടത്തിലാണോ? കുറെ കാലമായെന്നാ ഞാൻ അറിഞ്ഞ, അല്ലെങ്കിൽ ഇങ്ങനെ പോവല്ലോ. അഖിലിന് അറിയായിരുന്നോ? അഖിലിനെ അറിയില്ലായിരുന്നു, ഇവൻ അറിയില്ലായിരുന്നു. ഇത് പോയി കഴിഞ്ഞാണ് ഇവരെല്ലാം അറിയുന്നത്. എന്നാ എപ്പോഴാ ഒരു പെട്ടെന്ന് ഇറങ്ങി അങ്ങ് പോയി? പെട്ടെന്ന് ഇവൻ വന്ന് വണ്ടിയും കൊണ്ട് വന്ന് അതെല്ലാരും തൊട്ടടുത്ത് വീട്ടിലെ CC ക്യാമറ ആണ് ലീക്കായത്. അഖില് കൊടുത്തതാണോ ഇനിയിപ്പോ അവര് കൊടുത്തതാണോ എന്നൊന്നും അറിയത്തില്ല. ഇവര് പറയുന്ന അഖില് പറഞ്ഞിട്ട് അവര് കൊടുത്തതാന്നൊക്കെയാ, ഇവിടെ അവരുടെ പേര് കേസ് കൊടുക്കാനിരിക്കാന്നൊക്കെയാ മേഘ പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇത് പല സോക്കോളുടെ നന്മയൊളികൾ വന്നിട്ട് ഇതൊക്കെ സംസാരിക്കാമോ മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടല്ലോ. ഫസ്റ്റ് CCTV വിഷ്വൽസ് പബ്ലിക്കിലോട്ട് എത്തപ്പെട്ടത് എങ്ങനെയാണ്? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു, ആരിത് പുറത്തു വിട്ടു, എന്തിന് പുറത്തു വിട്ടു എന്നുള്ളത്. അപ്പുറത്തെ വീട്ടുകാരാണെങ്കിൽ ഇതുപോലെ അപ്പുറത്തൊരു പ്രശ്നം നടക്കുമ്പോഴത്തേക്കിന് അവരറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈയോട് ആവും വിഷമിച്ചിരിക്കുന്ന, പിന്നെ CCTV വിഷ്വൽസ് നമുക്ക് പുറത്തിട്ടേക്കെന്ന് പറഞ്ഞ് വീട്ടുകാരെങ്ങനെ ചെയ്യും? അതായത് ഈ വിഷയം പാൻ ഇന്ത്യൻ ലെവലിലോട്ട് അല്ലെങ്കിൽ പോലും കുറച്ച് ആൾക്കാരെങ്കിലും ഇത് അറിയണം, ചർച്ചയാക്കപ്പെടണം എന്നുള്ളത് അവർക്കുണ്ടായിരുന്നു. അവർ അവിടെ സ്റ്റേഷനിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ടാണ്. അപ്പൊ പറയാതെ പറയാൻ അവർക്ക് ആഗ്രഹമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനൊക്കെ ആഗ്രഹമുണ്ട്. ഈ ഒരു എഗ്രിമെന്റ് സാധനത്തിന്റെ പുറത്താണ് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു സാധനം പുറത്തുവിട്ട് ആർക്കൊക്കെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇത് പുറത്ത് വരണമെന്ന് ചർച്ചയാക്കണം എന്നുണ്ടായിരുന്നു. അപ്പത്തെ സോക്കോളുടെ നന്മകളികൾ അയ്യോ അവര് ഒറ്റപ്പെട്ടു പോവല്ലോ. മേഘ ഇവന്റെ കൂടെ പോയി താമസം തുടങ്ങി. അതെ മേഘ താമസം തുടങ്ങി. പിന്നെ അവന്റെ ഒരു ചെറിയ വീടും അസൗകര്യമൊക്കെ ആയതുകൊണ്ട് മേഘയ്ക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അച്ഛനെ വിളിച്ചു. കാര്യങ്ങൾ എനിക്ക് മനസ്സ് തുറന്ന് പറയണമെന്ന് പറഞ്ഞ അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ ഇതൊക്കെ നേരത്തെ. ടേട്ടയുടെ വീട്ടിൽ സൗകര്യങ്ങൾ കുറവാണെന്നോ? നോ മേഘ, ഡോണ്ട് സേ ദാറ്റ്, പ്ലീസ് ഡോണ്ട് സേ. നമ്മുടെ അനൂപ് ടേട്ടായിനെ നിങ്ങൾ അങ്ങനെ പറയരുത്. അവിടെ സൗകര്യങ്ങൾ കുറവാണെന്നോ? ഇപ്പുറത്ത് ജീവിച്ചിട്ട് അവിടെ ഒക്കെ ഇങ്ങനെ അച്ഛൻ മോനാണ് സീന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് മാറിപ്പോയി അവിടെ സൗകര്യങ്ങൾ കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് പോയി. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ടൂറിലബ് സൗകര്യങ്ങൾ എന്നാണെങ്കിലും ആ വാക്കുകൾ നിങ്ങൾ വിട്ടുപോകരുത്. ഇറങ്ങി വന്നത് അങ്ങനെ തിരിച്ചു പോകാനല്ലടാ. സാറേ ഇത് സംബന്ധിച്ച് മേഘ ചെയ്തത് 100% തെറ്റാന്ന് മാത്രമേ ഉള്ളൂ. അല്ല ഞാൻ ചോദിക്കുന്നത്, മേഘയ്ക്ക് ബസ് ഡ്രൈവറിനോട് താമസിക്കാൻ താല്പര്യമില്ല? എല്ലാ താല്പര്യമുണ്ട്, അവന്റെ കൂടെ തന്നെയാ. അതങ്ങനല്ലേ വരൂ, ടൂറിലബാണ്. ഞാൻ അങ്ങനെ ഇറങ്ങി വന്നത് തിരികെ പോകാനല്ല. പിന്നെ അവിടുന്ന് അതെ അപ്പൊ അവിടെ സൗകര്യം കുറവായതുകൊണ്ട് അച്ഛൻ അംഗീകരിച്ച് ഇവനെ കെട്ടി സുഖമായിട്ട്. അവന് സാമ്പത്തികത്തിന്റെ കുറവുള്ളൂ, അച്ഛന് സാമ്പത്തികം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് വേറെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ അവനെ ഇവിടെ കൊണ്ടുവന്ന് താമസിച്ച് അവര് ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള ഒരു ചുറ്റിക്കളിയാണ് മേഘ നടത്തിയത്. അച്ഛന്റെ വീട്ടിലോ? ഇറ്റ്സ് നോട്ട് അബൌട്ട് സ്റ്റെപ്പ് ഡാഡി, ഇറ്റ്സ് അബൌട്ട് ദ ബയോളജിക്കൽ ഫാദർ. പുള്ളിയുടെ വീട്ടിലോട്ട് പോയിട്ട് പുള്ളിക്ക് ഇച്ചിരി ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അനൂപ് ടേട്ടായിനെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് അങ്ങനെ ജീവിക്കണം എന്നുള്ള സംഭവം. വാവ്, യു ആർ സോ ബ്രില്യൻറ്റ്. ഇതൊരു മാസ്റ്റർ പ്ലാൻ ആണ് സുഹൃത്തുക്കളെ ഇത്. അതിനിങ്ങനെ നാട് മൊത്തം ഒളിച്ചോടി നാട്ടുകാരുടെ മുന്നിൽ അല്ലെങ്കിൽ ഇങ്ങനെ നാണക്കേടൊക്കെ ഉണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? വേറെ ഒരു ഇതും കൂടെ ഉണ്ട്. ഈ നാണക്കേട് മൊത്തത്തിൽ നാണക്കേടായി പോയില്ലേ. അപ്പൊ മേഘ ഓർത്തു, മേഘയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയുള്ള 2 ഫോട്ടോ ഇടുക, എന്നിട്ട് അച്ഛന്റെ വീട്ടിലോട്ടാണെന്ന് പറഞ്ഞാൽ ആ നാണക്കേട് അങ്ങ് ഒഴിവാക്കുക. അതാണ് ഇവര് തീരുമാനിച്ചത്. അങ്ങനെ മനോരമയിലും മാതൃഭൂമിയിലും പ്രമുഖ മാധ്യമങ്ങളിൽ വാർത്തയും കൊടുത്തു. ഇവര് കൊടുത്താണോ അതോ അവർ ചെയ്താണോ എന്ന് എനിക്കറിയില്ല. അതിന്റെ പുറത്ത് ഈ ജനങ്ങൾ കേക്ക്, ഞാൻ പറഞ്ഞില്ലേ ഇത് ചർച്ചയാക്കപ്പെടണം, ആൾക്കാരിലൊട്ടരുത്. ഇവർക്കൊക്കെ തന്നെയാണ് ഇവർക്ക് ആഗ്രഹം. ഈ സംഭവങ്ങൾ പുറത്തോട്ട് എത്ര എന്നുള്ളത് ഇത് ആർക്കായിരുന്നു മെയിൻ ആയിട്ടുള്ളൊരു ആഗ്രഹങ്ങൾ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഓക്കെ, എല്ലാം ഇവര് വിട്ടികളാക്കി. അതിലാണ് എനിക്ക് എതിർപ്പുണ്ടായത്. ഈ അച്ഛൻ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? മേഘയുടെ അച്ഛൻ നിലപാട്? അച്ഛൻ പറയുന്നത് എന്ത് ചെയ്യാനാ, ഇനിയിപ്പോ ഈ ബന്ധത്തിൽ സമ്മതിക്കാതെ വേറെ നിവർത്തിയില്ല. അച്ഛൻ പറഞ്ഞ ഈ പെണ്ണിന്റെ പ്രാന്താണ് അച്ഛന്, അത്ര സ്നേഹമാണ്.
അതുകൊണ്ട് അംഗീകരിക്കാന്നുള്ള രീതിയിലാണ് അച്ഛൻ നിൽക്കുന്നത്. ഓക്കെ. അപ്പം ഇവൾ അവളുടെ വീട്ടിലേക്ക് പോയതാണ് എന്ന് വരുത്തി തീർത്ത് ഇപ്പോൾ ഉണ്ടാക്കിയ ഒളിച്ചോടിയുള്ള ഇമേജ് മാറ്റം എടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ 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 അങ്ങനെയുള്ള ഒരു കളിക്കാണ് ഇവള് ഇപ്പം അച്ഛന്റെ അടുത്ത് വന്നത്. അടഗൊമ്മളെ സെഞ്ചിട്ടല്ലേ. അതായത് അച്ഛന്റെ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ടായിരുന്നു രാത്രി അവിടുന്ന് പെട്ടിയും കിടക്കുകയും പൊക്കണമൊക്കെ എടുത്തുകൊണ്ടാണെങ്കിൽ അനുബുട്ടേട്ടായുടെ കൂടെ ഇറങ്ങി വന്നത് അച്ഛന്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്, അത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു ഇതിന് മേലെ ഇനി ഒരു നാടകം കളിക്കരുത്, അത് കളിച്ചാൽ പാൻ ഇന്ത്യൻ പാൻ മസാലയായി പോകും. ഓക്കെ. ഇപ്പൊ ഷാറുഖ് ഖാൻ അവർക്കെതിരെയൊക്കെ എന്തൊക്കെയോ കേസ് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്തതിന്റെ എന്തൊക്കെയോ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അതുപോലെ പാൻ മസാല ആവരുത്, ഭയങ്കര പ്രശ്നമാകും. ഈ അച്ഛന്റെ അതായത് ഇവരുടെ വീട്ടുകാരുണ്ടല്ലോ, ഇപ്പൊ മേഘയുടെ വീട്ടുകാരുമായിട്ട് ജീവൻ ഇപ്പോഴും ബന്ധവും കണക്ഷൻ ഉണ്ടോ? ഉണ്ട്. ഇന്നലെ വിളിച്ചിട്ട് എന്നോട് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു വീഡിയോ ആര് പറഞ്ഞു? മേഘ പറഞ്ഞു എന്നോട്. ആ വോയിസ് ഞാൻ സാറിന് ഇട്ട് തന്നിട്ടുണ്ട്, സംസാരിച്ച വോയിസ്. വേണമെങ്കിൽ അതും സത്യസന്ധമായിട്ട് ഞാൻ സംസാരിക്കുന്ന വോയിസ് സാറിന് ഇട്ടിട്ടുണ്ട് വാട്സപ്പിൽ. ഓക്കെ. എന്നിട്ട് എന്താണ് അവരുടെ എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ജീമൻ ചേട്ടാ അത് ശരിയായില്ല, ജീമൻ ചേട്ടൻ കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എല്ലാത്തിനും നിങ്ങളെ ഈ ബന്ധങ്ങൾക്കും പോലീസ് നിങ്ങളെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ എന്റെ അച്ഛന്റെ കൂടെ നിന്ന ഒരാളാണ്. പക്ഷെ എന്നോടും കൂടെ ഈ ചതി വേണ്ടായിരുന്നു. ഇതൊരു മനുഷ്യരെയല്ല, ഞാൻ തപ്പുള്ളവരെ പൊട്ടം കളിച്ച് കാണിച്ചത് ചോദിച്ചു. അല്ല, അപ്പൊ മേഘയുടെ അച്ഛൻ ഇപ്പൊ എന്ത് പറയുന്നു? ഞാനുമായിട്ട് ഈ അച്ഛനും പിണങ്ങി, മോളും പിണങ്ങി. അച്ഛനും പിണങ്ങി, പിണക്കമായി പോയി. ഞാൻ അവരൊക്കെ പുള്ളി പറയുന്നത് ഇപ്പം മൊത്തം ജനസംസാരം എന്ന് പറഞ്ഞാൽ മോള് ഒളിച്ചു പോയിട്ടില്ല, എനിക്ക് മോളുടെ ഭാവി ജീവൻ തകർത്തുന്നത്. ഇത് ഞാൻ പറയാം. അത് ശരിയാണ്, ജീവൻ പുള്ളിയാണല്ലോ അവരുടെ ജീവിതം തകർത്തത്. ഈ ഒളിച്ചു ഒരു ഭർത്താവ് ഉണ്ടായിരിക്കും ലീഗലി ഡിവോഴ്സ് ചെയ്യുക, കാര്യങ്ങളൊന്നും ചെയ്യാതെ, അല്ലെങ്കിൽ ആ മകൾക്ക് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കിന് ആ സപ്പോർട്ട് ആ ഡാഡി കൂടെ കൊടുക്കാതെ, അല്ലെങ്കിൽ അങ്ങനൊരു മോളെ നീ അപ്പം ഡിവോഴ്സ് ചെയ്യാൻ ലീഗലി ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇങ്ങനെ ഒളിച്ചോടി പോയി ഇറങ്ങി എന്തെയും. പിന്നെ ഇതിനെയാണെങ്കിൽ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കാനെ കൊണ്ട് ശ്രമിക്കുക. അതായത് ഒളിച്ചോടിയത് അച്ഛൻ്റെ വീട്ടിലോട്ട് വരാൻ വേണ്ടിയാണെന്നുള്ള രീതിയിലൊക്കെ വരുത്തി തീർക്കാനെ കൊണ്ട് ശ്രമിക്കുന്ന സംഭവങ്ങളൊക്കെ ഇടയെ. എന്നിട്ട് ജീവൻ ഈ പുള്ളി വന്ന് സംസാരിച്ചതാണ് പ്രശ്നം. ഇതാണ് ഗൈസ്. അതായത് വെടിമരുന്ന് നിറച്ചവനും പൊട്ടിച്ചവനും കുഴപ്പമില്ല, ഇത് കേട്ടോണ്ട് നിൽക്കുന്നവന്മാർക്കാണ് കുഴപ്പം, അല്ലെങ്കിൽ കേട്ടിട്ട് ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞവന്മാർക്കാണ് കുഴപ്പം. തന്നെ ലോകം മൊത്തം അറിഞ്ഞല്ലേ സാർ ഞാൻ ഇങ്ങനെ ഭാവി തകർക്കുന്നത്. ഒളിച്ചു പോയെന്ന് ജീവൻ പറയണ്ടായിരുന്നെന്ന് വാർത്തയിലല്ല, ആർക്കും ഒന്നും അറിയത്തില്ലായിരുന്നു. ഇല്ല, ആർക്കും ഒന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ആർക്കും ഒന്നും അറിഞ്ഞിട്ടില്ല, ആരും ഇതുവരെ അറിഞ്ഞിട്ടേ ഇല്ല. പിന്നെ നിന്നവര് ഞാൻ അടക്കമുള്ളവരെ മാധ്യമ പ്രവർത്തകരെല്ലാം പൊട്ടന്മാരാക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഒരിക്കലും പറ്റത്തില്ല. ഈ പോയതിനു ശേഷം ഈ മേഘ അഖിലിനെ വിളിച്ചിട്ടുണ്ടോ അറിയാവോ? അഖിലിനെ വിളിച്ചിട്ടില്ല. അഖിലുമായിട്ട് ഒരു ബന്ധമില്ല. ഇവരൊരു കരാർ ഇട്ട് വെച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. അഖിലുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വഴി അറിയില്ലെന്ന് പറഞ്ഞു, ഒരു മീഡിയയ്ക്കും മുമ്പിൽ ഇവര് വോയിസ് കൊടുക്കുകയില്ലെന്ന് പറഞ്ഞ് ഒരു കരാറുണ്ട്. അതുകൊണ്ടാണ് മേഘയും അഖിലും നേരിട്ട് വന്ന് ഒന്നും പറയാത്തത്. ഇത്രേ ഉള്ളൂ പ്രശ്നം. അപ്പൊ ഇതാണ് അവർക്കിടയിൽ സംഭവിച്ച കാര്യങ്ങളും ഒക്കെ തന്നെ. അപ്പൊ ഇനിയിപ്പോ അടുത്ത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്നിട്ട് എനിക്ക് ആ ഡയലോഗ് എന്റെ നെഞ്ചിൽ തറച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് ട്രൂ ലവ്. 2026 ട്രൂ ലവ് ഇല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, കണ്ടു പഠിക്കടാ. ഇതാണ് ട്രൂ ലവ്. ചേട്ടായിമാരനെ ഇതുപോലുള്ള കുട്ടികൾക്ക് ഇഷ്ടമാണ്. ഭർത്താവ് ഉണ്ടെങ്കിലും അങ്ങനെ ഒളിച്ചോടി ഇറങ്ങി വന്നിട്ട് പറയുന്ന ഡയലോഗ് കേട്ടില്ലേ? ഞാൻ അങ്ങനെ ഇറങ്ങി വന്നത് തിരിച്ചു പോകാനല്ല. അതാണ് ബീജം ഇടറ എന്നീലേ എല്ലിനാൽ പാടച്ച പെണ്ണെ, നൂർനാട് മണ്ണില് പിറന്ന നൂർനാടായിരിക്കുമല്ലോ ഒരു ജന അവിടെയൊക്കെ ആയിരിക്കും. എന്താണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്രയും ട്രൂ ലവ് ഗൈസ്. ഇനി എനിക്ക് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല ഗൈസ്. അതായത് ഈ വിഷയങ്ങൾ ചർച്ചയാക്കപ്പെടണമെന്നും പാൻ ഇന്ത്യൻ ലെവലിലോട്ട് അല്ലെങ്കിലും ഈ നാട്ടുപുറത്തെങ്കിലും ഇത് ചർച്ചയാക്കപ്പെടണമെന്ന് ഓർക്കണ്ടായത്. എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സ് പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ. ബൈ.